ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ലോകകപ്പ് മഴ മൂലം വൈകുകയാണ്. പക്ഷേ നവി മുംബൈയിൽ 3 മണിക്ക് ആരംഭിക്കേണ്ട മത്സരമായിരുന്നു. പക്ഷേ ടോസ് പോലും ഇടാൻ സാധിക്കാതെ വൈകുകയാണ്. 1 മണിക്കൂർ ഇപ്പോൾ തന്നെ വൈകി കഴിഞ്ഞിരിക്കുന്നു. ജ്യോതിഷ് മോഹൻ വിവരങ്ങളുമായിട്ടുണ്ട്. ജ്യോതിഷ്, വലിയ ആവേശത്തോടെ അല്ലേ, പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നതാണ്. ഇപ്പം വൈകിയാണെങ്കിൽ മത്സരം തുടങ്ങട്ടെ. ഇനി മറ്റ് നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വെട്ടിക്കുറക്കലുകൾ വന്നേക്കാം. എങ്കിൽ പോലും ഒന്ന് ജയിച്ച് കാണണം അല്ലേ? തീർച്ചയായിട്ടും ദിവീഷ്, 140 കോടി ജനങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു പ്രാർത്ഥന ഇന്ത്യൻ ടീം കന്നിക്കിരീടം, ഇന്ത്യൻ വനിതാ ടീം കന്നിക്കിരീടം നേടണം എന്നും തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ കാത്തിരിപ്പാണ്. പക്ഷേ രസംകൊല്ലിയായി മഴ പെയ്തു. മഴ മൂലം ഇപ്പോൾ മത്സരം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ടോസ് ഇടാൻ പോലും സാധിച്ചിട്ടില്ല. ഏകദേശം 1 മണിക്കൂറോളമായി. 3 മണിക്ക് ആരംഭിക്കേണ്ട മത്സരമായിരുന്നു. ഇതിനു മുന്നേ ഇന്ത്യ 2005-ലും 2017 2 തവണ ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നു. 2 തവണയും ആദ്യത്തെ ഫൈനലിൽ 2005 ഓസ്ട്രേലിയയുടെ കൂടെയും 2017 ഇംഗ്ലണ്ടിൻ്റെയും കൂടെയും ഇന്ത്യ പതറിപ്പ് വന്നൊരു കാഴ്ചയായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. ആ ഒരു തിരുത്തിക്കുറവ്. ഇതിപ്പോൾ 3-ാം തവണയാണ് ഇന്ത്യ ഫൈനലിലെത്തുന്നത്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ആ പഴയ ഒരു ചീത്തപ്പേര്, 2 തവണ ഫൈനലിലെത്തി വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു നിരാശയെല്ലാം തന്നെ ഈ ഒരു ഫൈനലിൽ തിരുത്തിക്കുറിക്കാൻ തന്നെയാണ് ഹർമൻപ്രീതും സംഘവും കളിക്കളത്തിൽ ഇറങ്ങാൻ നിൽക്കുന്നത്. ഏകദേശം ടോസ് ഇപ്പോൾ വൈകുന്നുണ്ട്. എന്നാൽ പോലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം ഇന്ത്യൻ ടീമിനുണ്ട്. അതൊരു ഓസ്ട്രേലിയ 7 തവണ ലോക ചാമ്പ്യന്മാരായ ടീമാണ് ഓസ്ട്രേലിയ. ഈ ടൂർണമെന്റിൽ ഓസ്ട്രേലിയയുടെ ഒരു പ്രകടനം അത്തരത്തിൽ തന്നെയായിരുന്നു. എല്ലാ മത്സരത്തിലും വിജയിച്ചു വന്നൊരു ടീമായിരുന്നു ഓസ്ട്രേലിയ. ഏറ്റവും ഭയപ്പെടുത്തുന്ന തരത്തിൽ, മറ്റ് ടീമുകളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഉള്ളൊരു പോരാട്ട വീര്യം കാഴ്ചവെച്ചൊരു ടീമായിരുന്നു ഓസ്ട്രേലിയ. ആ ഓസ്ട്രേലിയയെ സെമി ഫൈനലിൽ മുട്ടുകുത്തിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പുലിക്കുട്ടികൾ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്ക് വലിയ തോതിൽ ഉള്ള ഒരു ഉണർവ് നൽകുന്നുണ്ട്. ഇടയ്ക്ക് ആ ഒരു മിഡിൽ ഓർഡറിൽ വന്ന ഒരു പാർട്ണർഷിപ്പ് കഴിഞ്ഞ മത്സരം പരിശോധിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ജമീമ റോഡ്രിഗസും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടും, ജമീമ റോഡ്രിഗസിന്റെ അപരാജിതമായ ഒരു സെഞ്ചുറിയുടെ മികവിലാണ് ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക് ശേഷമുള്ള, എനിക്ക് തോന്നുന്നു മത്സരത്തെക്കാളും നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന രംഗങ്ങളായിരുന്നു ആ മത്സരശേഷം അല്ലേ? ജമീമയുടെ പ്രാർത്ഥന, കരച്ചിൽ വിങ്ങി പൊട്ടുകയായിരുന്നു. എത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണ് താൻ കടന്നുപോയത്. അപ്പോഴൊക്കെ ടീമിൻ്റെ ഒരു സപ്പോർട്ട് തന്നെ കാത്തു നിന്നു. എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ ഒരു നിമിഷം ഒരുപക്ഷെ ഈ കരിയറിൽ ജമീമയ്ക്ക് കിട്ടാനുണ്ടാകില്ല. ഇത് മതി ലൈഫ് ലോങ് ഓർത്തിരിക്കാനുള്ള ഏറ്റവും മനോഹരമായ നിമിഷമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ ഈ കപ്പടിക്കുന്ന ഒരു നേട്ടം കൂടി സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹർമൻപ്രീത് കൗർ അടക്കമുള്ള പ്രഗത്ഭരായ താരങ്ങൾ അത് പുരുഷ ടീമിനൊപ്പം തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപടി മുകളിലേക്കും വയ്ക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നുകൂടി കാണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുതന്നെയായിരിക്കും മഴയൊന്നും മാറിക്കഴിഞ്ഞാൽ നമ്മൾ കളിക്കളത്തിൽ കാണാൻ പോകുന്നത് അല്ലേ? അത് തന്നെയാണ് ദിവീഷ്. കാരണം നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഗാംഗുലിയുടെ ഒരു ടീമിൻ്റെ പ്രകടനം കാണുന്ന സമയത്ത് നമുക്കുണ്ടായ ഒരു ആവേശം ഉണ്ടല്ലോ. ആ ഒരു ഫൈനലിൽ എത്തുന്നു, ആ തുടർച്ചയായി തോൽക്കുന്നു. പക്ഷേ ചില മത്സരങ്ങൾ ഫൈനലിൽ തുടർച്ചയായി തോൽക്കുന്ന ഒരു ചീത്തപ്പേര് ഗാംഗുലിക്കുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് ഒരു മത്സരത്തിൽ ഇന്ത്യ ജയിക്കുന്ന സമയത്ത്, നാറ്റ്വർ സീരീസിൽ ജയിക്കുന്ന സമയത്ത് ഇന്ത്യ ഗ്രൗണ്ട് മൊത്തം ഒരു ആവേശത്തിൽ ഗാംഗുലി ആ ജേഴ്സി അഴിച്ചിട്ട് കറക്കുന്നതൊക്കെ ഒരു രംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതേ ആവേശം തന്നെയായിരുന്നു ഈ വനിതാ ടീം ഫൈനലിലേക്ക് കടക്കുന്ന സമയത്ത് ഇന്ത്യൻ ജനതയുടെ മൊത്തത്തിലുണ്ടായിരുന്ന. ഇന്ത്യൻ ടീമിന്, വനിതാ ടീമിനും അത്തരത്തിൽ ആവേശത്തിലായിരുന്നു. കാരണം അവർ ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഓസ്ട്രേലിയൻ ടീമെന്ന്. അങ്ങനെ അത്തരത്തിലൊരു കണക്കൂട്ടൽ തന്നെയായിരുന്നു സെമി ഫൈനൽ ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ ഓസ്ട്രേലിയയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ഒരു മുന്നേറ്റം, അത് അവർക്ക് ആ ഒരു ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ ആ ഗ്രൗണ്ടിൽ കണ്ടത്. ഓരോ ഇന്ത്യക്കാരനും ആ ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ കൂടെ, ടീമിൻ്റെ കൂടെ തന്നെ നിന്നു. അതിൽ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതേ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യ ഇന്ന് ഫൈനലിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഓരോ ഇന്ത്യക്കാരും 140 കോടി ജനങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു വിജയം, ഓസ്ട്രേലിയക്കെതിരായി നേടിയ അതേ വിജയത്തിന് അല്ലെങ്കിൽ അതിൽ ഒരു പടി മുകളിൽ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തുകൊണ്ട് ഇന്ത്യയുടെ പുലിക്കുട്ടികൾ ആ കിരീടത്തിൽ മുത്തമിടുന്ന ഒരു കാഴ്ച. കന്നി കിരീടമായിരിക്കും ഇന്ത്യൻ വനിതാ ഏകദിന ക്രിക്കറ്റ് ടീമിന് ലഭിക്കുക. ആ ഒരു കന്നി കിരീടത്തിൽ മുത്തമിടുന്ന ഒരു കാഴ്ച കാണാൻ തന്നെയാണ് എല്ലാ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത്. ശരിയാണ്. സിംഗപ്പെണ്ണേ എന്ന പാട്ടിട്ടാണ് ആ മത്സരശേഷം എല്ലാവരും ഇതിൻ്റെ ആ വിജയ നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ പുലിക്കുട്ടികളില്ല, സിംഗപ്പെണ്ണുങ്ങൾ അവരാണ് രാജ്യത്തിൻ്റെ അഭിമാനമാകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. മഴ കുറച്ച് സത്യത്തിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും മഴ മാറിക്കഴിഞ്ഞാൽ അതിഗംഭീരമായ ഒരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ജ്യോതിഷ്, എന്തായാലും ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ഇന്ത്യ കപ്പടിക്കുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നോക്കാം. ഇപ്പോൾ സമയം 4:05 ആയിരിക്കുന്നു. 1 മണിക്കൂർ 5 മിനിറ്റ് മത്സരം വൈകിയിട്ടുണ്ട്. പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുക. വിജയ നിമിഷങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണ്ടി വരും.